നമസ്കാരം. പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സംസ്ഥാനത്ത് ഡിസംബർ മാസം മുതൽ മെയ് മാസം വരെയുള്ള പെൻഷൻ കുടിശ്ശികയായ സാഹചര്യത്തിലാണ് ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഇന്നലെ മുതൽ ആരംഭിച്ചിരിക്കുന്നത്. പെൻഷൻ വിതരണത്തിന് വേണ്ടി റിസർവ് ബാങ്കിന്റെ മുംബൈ ഫോർട്ട് ഓഫീസിലെ ഇക്കുബർ സംവിധാനം വഴി 3500 കോടി രൂപ സംസ്ഥാന സർക്കാർ കഴിഞ്ഞ ദിവസം കടമെടുത്തിരുന്നു. ഇതിൽ നിന്ന് 900 കോടി രൂപയെടുത്താണ് ഡിസംബർ മാസത്തെ കുടിശ്ശികയായ 1600 രൂപയുടെ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. മസ്റ്ററിംഗ് പൂർത്തിയാക്കിയ എല്ലാവർക്കും പെൻഷൻ തുക എത്തിച്ചേരും. ആദ്യം ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് വിതരണം ആരംഭിച്ചിരിക്കുന്നത്. ഇതോടൊപ്പം തന്നെ രാജ്യത്ത് കർഷകർക്കായി കേന്ദ്ര സർക്കാർ നൽകുന്ന PM കിസാൻ സമ്മാൻ നിധിയുടെ 17ാമത്തെ ഗഡുവും എത്തിച്ചേരുകയാണ്. കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് മുൻപായി തുടങ്ങിയ PM കിസാൻ സമ്മാൻ നിധിയുടെ 16 ഗഡുക്കൾ ഇതുവരെ കേന്ദ്ര സർക്കാർ വിതരണം ചെയ്തു കഴിഞ്ഞു. കിസാൻ നിധിയുടെ ആനുകൂല്യം ലഭിക്കുന്നത് യഥാർത്ഥ കർഷകർക്ക് തന്നെയാണെന്ന് ഉറപ്പാക്കുന്നതിനായി 13ാം ഗഡു മുതൽ ചില മാനദണ്ഡങ്ങൾ നടപ്പിലാക്കിയിരുന്നു. EKYC, ലാൻഡ് വെരിഫിക്കേഷൻ, ആധാർ സീഡിംഗ് എന്നിവ പൂർത്തിയാക്കാത്തത് കാരണം മുൻപുള്ള ഗഡുക്കൾ മുടങ്ങുകയും പിന്നീട് അവ പൂർത്തീകരിക്കുകയും ചെയ്തവർക്ക് മെയ് ആദ്യ ആഴ്ചകളിൽ അക്കൗണ്ടുകളിലേക്ക് മുടങ്ങിയ ഗഡുത്തുകകൾ എത്തിയിരുന്നു. പലർക്കും 4000 മുതൽ 8000 രൂപ വരെ എല്ലാം ലഭിച്ചിരുന്നു. ഇനി വിതരണത്തിനൊരുങ്ങുന്നത് 2024 17ാമത്തെ ഗഡുവാണ്. തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാലാണ് ജൂൺ 4-ാം തീയതി വരെ ഇതിന്റെ വിതരണം ഉണ്ടാകാതെ പോയത്. ജൂൺ 4-ന് ശേഷം അധികാരമേൽക്കുന്ന പുതിയ സർക്കാരിന്റെ കർഷകർക്കുള്ള ആദ്യ സമ്മാനം എന്ന നിലക്കായിരിക്കും 17ാമത്തെ ഗഡു വിതരണമുണ്ടാവുക. നിലവിലെ സർക്കാർ തുടർന്നാലും പുതിയ സർക്കാർ അധികാരത്തിൽ വന്നാലും നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി ആനുകൂല്യം എന്ന നിലയിൽ ജൂണിൽ തന്നെ ഇതിന്റെ വിതരണം ഉണ്ടാകും. ജൂലൈ മാസത്തിൽ പുതിയ സർക്കാരിന്റെ ഈ വർഷത്തെ സമ്പൂർണ്ണ ബജറ്റും അവതരിപ്പിക്കും. അതിൽ PM കിസാൻ സമ്മാൻ നിധി വഴി ഒരു വർഷം ലഭിക്കുന്ന 6000 രൂപ എന്നത് വർദ്ധിപ്പിക്കുവാൻ സാധ്യതയുണ്ട്. നിലവിലെ ഗഡുത്തുകയായ 2000 രൂപ എന്നത് 2500 രൂപയാക്കുക, അല്ലെങ്കിൽ വർഷത്തിൽ 3 ഗഡു എന്നത് 4 ഗഡുക്കളാക്കുക തുടങ്ങിയ ഏതെങ്കിലും ഒന്ന് നടപ്പിൽ വരാനും സാധ്യതയുണ്ട്. PM കിസാൻ നിധിയിലെ അംഗങ്ങളായവർക്ക് ഇതിനു മുൻപുള്ള ഗഡുക്കൾ മുടങ്ങിയിട്ടുണ്ടെങ്കിൽ കാരണം മനസ്സിലാക്കി അവ പരിഹരിച്ചാൽ 17ാം ഗഡുവിനോടൊപ്പം മുടങ്ങിയ ഗഡുത്തുകയും ലഭിക്കുന്നതാണ്. വരും ദിവസങ്ങളിലെ ഇൻഫോർമേറ്റീവായ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.